ഹായ് ഓൾ. എമ്പുരാൻ എന്ന ചിത്രത്തെക്കുറിച്ച് തന്നെയാണ്. ചിത്രം കണ്ടത് 2 ദിവസം മുമ്പാണ്. പക്ഷേ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയണമെന്നുണ്ടായിരുന്നു. എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളെ പറ്റി വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് അല്പം ലേറ്റായത്. ഏതായാലും എമ്പുരാൻ എന്ന ചിത്രം തുടർച്ചയായ RSS സംഘപരിവാര പ്രത്യയശാസ്ത്രത്തിനെതിരായ നിലപാടാണോ, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് ഇതിനെതിരെ രംഗത്ത് വന്നത് എന്നുള്ള ചർച്ചകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. 2002 ഗുജറാത്ത് കലാപവും അതിനെ തുടർന്നുണ്ടായ വിഷയങ്ങളും ഒക്കെയാണ് എമ്പുരാന്റെ കഥാന്തു എന്നതുകൊണ്ട് ഈ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളായ RSSും സംഘപരിവാരവും ചിത്രത്തിനെതിരെ ആദ്യം മുതൽ തന്നെ രംഗത്ത് വന്നിരുന്നു. ഏതായാലും മറ്റു വിവാദ വിഷയങ്ങളെ പറ്റിയല്ല ഇന്ന് പറയാനുള്ളത്. ഇന്ന് ഈ ചിത്രത്തെ കുറിച്ചാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ അതിന്റെ ഒരു റിവ്യൂ അല്ല, ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വിശദമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചിത്രം കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണരുത്. അതിൽ സ്പോയിലറായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രം കാണാത്തവർ ഈ വീഡിയോ ചിത്രം കണ്ടതിന് ശേഷം മാത്രം കാണുക എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ഏതായാലും എമ്പുരാൻ എന്നുള്ള ചിത്രം ലൂസിഫറിന്റെ 2ാം ഭാഗമായിട്ടല്ല വന്നത്. അപ്പോൾ 2ാം ഭാഗമായിട്ട് എമ്പുരാൻ വരുമ്പോൾ മോഹൻലാലിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ലൂസിഫർ എന്നുള്ള ചിത്രം വളരെ വലിയ വിജയമായിരുന്നു. അത് തന്നെയായിരുന്നു എമ്പുരാനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ കൂടാനുള്ള കാരണം എന്നുള്ളത്. അതുകൂടാതെ തന്നെ എൻറ്റയർ ടീം, പൃഥ്വിരാജ് സുകുമാരൻ, അങ്ങനെ മുരളി ഗോപി റൈറ്റർ, ഇങ്ങനെ വലിയൊരു ടീമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത്. ആദ്യ ദിവസം തന്നെ വലിയ ബുക്കിംഗ് ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് സുകുമാരനും മോഹൻലാലും ഒക്കെ ചേർന്ന് വലിയ പ്രൊമോഷൻ രാജ്യമെമ്പാടും നടത്തിയിരുന്നു. ലോകമെമ്പാടും വേൾഡ് വൈഡ് റിലീസായി വലിയ പ്രചരണത്തോടു കൂടി വലിയ അഡ്വാൻസ് ബുക്കിംഗോടു കൂടിയാണ് ചിത്രം പ്രദർശനം തുടങ്ങിയത്. ആദ്യ ഷോകൾ കഴിഞ്ഞപ്പോൾ ഈ മോഹൻലാൽ ഫാൻസുകാർ വലിയ അതൃപ്തിയൊന്നും പ്രകടിപ്പിച്ചില്ല എങ്കിൽ പോലും പൂർണ്ണമായിട്ടും തൃപ്തരായിരുന്നില്ല. ഒരു സിനിമാറ്റിക് എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും എന്താണ്, ഒരു പുഷ്പയോ അല്ലെങ്കിൽ ഒരു KGF അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രതീക്ഷിച്ചു പോയവർക്ക് നിരാശയായിരിക്കാം ഫലം. കാരണം പൂർണ്ണമായിട്ടും ഒരു സിനിമാറ്റിക് മാത്രമായിട്ട് ഉള്ള ഒരു ചിത്രമല്ല ഒരു KGF പോലെ എമ്പുരാൻ, പുഷ്പയെ പോലെയോ. പക്ഷേ എമ്പുരാൻ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഏതായാലും ലൂസിഫർ ഇറങ്ങുന്നു, അതും പൂർണ്ണമായിട്ടും ഒരു പാൻ ഇന്ത്യൻ മൂവി ഒന്നും ആയിരുന്നില്ല. പക്ഷെ എമ്പുരാൻ ഇറങ്ങുമ്പോൾ ഇതൊരു പാൻ ഇന്ത്യൻ മൂവി ആയിരിക്കുമോ എന്നുള്ള ചർച്ച വളരെയധികം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും മോഹൻലാലിന്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ പരാജയമായിരുന്നു. മോഹൻലാൽ വലിയ തിരിച്ചടികൾ ഇൻഡസ്ട്രിയിൽ നിന്ന് നേരിടുന്ന ഒരു സമയത്താണ് എമ്പുരാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയായിരുന്നു ചിത്രത്തിന് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ സിനിമ ഒരു ആവറേജ് അനുഭവം മാത്രമാണ്. യഥാർത്ഥത്തിൽ സിനിമ ലൂസിഫറിനെ പോലെയോ അല്ലെങ്കിൽ ലൂസിഫറിന്റെ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്നുള്ളത്, ഈ സിനിമ ഒരു ആവറേജ് ആയിരിക്കുമ്പോഴും ഇതിൽ പറയുന്ന ആശയങ്ങൾ എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ എബോവ് ആവറേജും അല്ലെങ്കിൽ എക്സലന്റും ഔട്ട്സ്റ്റാൻഡിങ്ങും എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് മുരളി ഗോപിയുടെ ആ എഴുത്ത് പലപ്പോഴും തിരക്കഥ ലോ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഡയറക്ഷനാണ് പൃഥ്വിരാജ് നൽകിയിരിക്കുന്നത് ചിത്രത്തിന് വേണ്ടി. പിന്നീട് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിനെ വെച്ച് പറയുമ്പോൾ പല എഴുത്തും BGM അത്ര ഉയരത്തിലെത്താൻ സാധിച്ചില്ല. അതുപോലെ തന്നെ അതിന്റെ സംഘടന രംഗങ്ങൾ, അതായത് ആക്ഷൻ കൊറിയോഗ്രഫി, ക്ലൈമാക്സ് രംഗങ്ങളിലൊക്കെ അത്രയും നന്നായി തോന്നിയില്ല. അതൊക്കെ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. ഏതായാലും അങ്ങനെയുള്ള നെഗറ്റീവ്സ് ആണ് ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്നാൽ പോസിറ്റീവ്സിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ഈ ചിത്രം ചില ആശയങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ 4 ദിവസം, തുടർച്ചയായ 4 ദിവസമാണ് RSSന്റെ ഓർഗനൈസർ എന്നുള്ള അവരുടെ മുഖപത്രം ഇതിനെതിരെ ലേഖനങ്ങൾ എഴുതിയത്. കഴിഞ്ഞ ദിവസവും അവർ വിടാതെ ഇതിനെതിരെ ലേഖനങ്ങൾ എഴുതുകയായിരുന്നു. 2 ദിവസം പൃഥ്വിരാജിനും 1 ദിവസം മോഹൻലാലിനുമെതിരെ ഓർഗനൈസറിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം മുരളി ഗോപിക്കെതിരെയാണ്. ഇതിന് വില നൽകേണ്ടി വരും എന്നുള്ള രീതിയിലാണ്, വലിയ ദേശവിരുദ്ധതയാണ് മുരളി ഗോപി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ കഴിഞ്ഞ ദിവസം പോലും ലേഖനം വന്നിരിക്കുന്നത്. പൃഥ്വിരാജിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പൃഥ്വിരാജിന്റെ
കുടുംബത്തെ ഒന്നേക ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ദുഷ്പ്രചരണങ്ങളാണ് സംഘപരിവാറും RSS പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. RSSന്റെ മുഖപത്രം തന്നെ ഇതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. എന്താണ് RSSനെ യഥാർത്ഥത്തിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്? അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കാതൽ എന്നുള്ളത്. ഈ സിനിമ കാണാനും ഇതിനെ വിജയിപ്പിക്കാനും ഉണ്ടായ ഒരേ ഒരു കാരണം എന്നുള്ളത് ഇതിൽ പറയുന്ന സംഘപരിവാർ വിരുദ്ധത. അതായത് ഇന്ത്യയിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യൻ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് വരച്ചു കാട്ടാൻ ഈ സിനിമക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് സംഘപരിവാർ കാണുന്ന കാര്യം എന്നുള്ളത്. കാരണം ഈ സിനിമ തുടങ്ങുന്നത് 2002 കാലഘട്ടത്തിലെ ഗുജറാത്തിൽ നടക്കുന്ന ഒരു കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വെട്ടിമുറിക്കപ്പെടുന്നതിന് മുമ്പാണ് ഞാൻ സിനിമ കണ്ടത്. അതുകൊണ്ട് തന്നെ വെട്ടിമുറിക്കപ്പെട്ടതിന് മുമ്പുള്ള കാര്യമാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ 2002 കാലഘട്ടത്തിലേക്ക് ചിത്രം നമ്മളെ തുടക്കത്തിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ വലിയ കലാപങ്ങളല്ല, ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തുന്നു. ബജ്റംഗിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ബജ്റംഗിയുടെ കൂടെ മറ്റു ആളുകളുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള മുസ്ലിം വിരുദ്ധ ആക്രമണം നടക്കുമ്പോൾ ഒരു ഹിന്ദുവായ സ്ത്രീ തന്നെ അവർക്ക് രക്ഷ ഒരുക്കുന്നു. പക്ഷെ അവരെ കൂടി കൊലപ്പെടുത്തിക്കൊണ്ട് ബജ്റംഗിയും കൂട്ടരും അവിടെ നരനായാട്ട് നടത്തുകയാണ്, ക്രൂരമായ ആക്രമണങ്ങൾ നടത്തുകയാണ്. മസൂദിന്റെ കുടുംബത്തെ സായിദ് മസൂദിന്റെ കുടുംബത്തെ ഒന്നാകെ ആക്രമിച്ചുകൊണ്ട് അവിടുത്തെ ഗർഭിണിയായ സ്ത്രീയെ പോലും വെറുതെ വിടാതെ ആ കുഞ്ഞിനെ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള വലിയ ആക്രമണമാണ് യഥാർത്ഥത്തിൽ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. ഇതാണ് ഇതിന്റെ തുടക്കം എന്നുള്ളത്. അങ്ങനെ അവിടെ നിന്നും സായിദ് മസൂദ് രക്ഷപ്പെടുന്നു. പിന്നീട് സായിദ് മസൂദ് എന്താണ് എന്നുള്ളത് അവസാനത്തോടടുക്കുമ്പോഴാണ് പറയുന്നത്. അപ്പോ അതാണ് ഇതിന്റെ തുടക്കം എന്നുള്ളത്. അതിനുശേഷമാണ് വീണ്ടും പഴയ ലൂസിഫറിന്റെ ഭാഗങ്ങളും, അതുപോലെ തന്നെ ലൂസിഫറിൽ ഈ ടോവിനോ അവതരിപ്പിച്ച കഥാപാത്രം ജതിൻ രാംദാസ് ആണ് മുഖ്യമന്ത്രിയായി കേരളത്തിൽ അവസാനം ചുമതലയേൽക്കുന്ന രംഗങ്ങളായിരുന്നു. ഇപ്പോൾ അതിൽ മാറ്റമുണ്ടായ സാഹചര്യം എന്നുള്ളത് ജതിൻ രാംദാസ് ഇന്ന് അവരുടെ പാർട്ടിയെ മറന്നുകൊണ്ട് മറ്റൊരുമായിട്ട്, അതായത് കേന്ദ്രത്തിൽ സ്വാധീനമുള്ള, കേന്ദ്ര ഭരണത്തിൽ സ്വാധീനമുള്ള തീവ്ര വലതുപക്ഷ പാർട്ടിയുമായിട്ട് ചങ്ങാത്തത്തിലാവുന്നു. അതായത് എഴുത്തുകാരൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ സുരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് കേരളത്തിലുള്ള BJP തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്നുള്ളത്. 35 സീറ്റ് കിട്ടിയാൽ കേരളത്തിൽ ഭരിക്കുമെന്നൊക്കെയുള്ള ഡയലോഗുകൾ വരുന്നുണ്ട്. അതിനിടയിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനടക്കമുള്ള പാർട്ടികൾക്കുള്ള നല്ല കുട്ടുകളുണ്ട്. ഈ തിരുവാതിര കളിപ്പിക്കുന്നതും മുഖത്ത് മാസ്ക് അഴിച്ചുകൊണ്ടല്ല നേതാവേണ്ടത് എന്നുള്ള അത്തരം പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും പിണറായി വിജയൻ പോലും കേരളത്തിലെ തിയേറ്ററിൽ പോയിക്കൊണ്ട് ഈ ഒരു ചിത്രത്തിന് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ മെയിൻ കഥാഗതി എന്നുള്ളത് ഇത് കൃത്യമായിട്ട് സംഘപരിവാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതായത് രാജ്യത്ത് നിലവിലുള്ള അവസ്ഥ എന്നുള്ളത് 2014 ശേഷം രാജ്യം വളരെ വലിയ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു, പൗരത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു, രാജ്യമെമ്പാടും പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു, എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നു, കരിനിയമങ്ങൾ ഉപയോഗിക്കുന്നു, EDയെ ഉപയോഗിച്ചുകൊണ്ട്, NIA ഉപയോഗിച്ചുകൊണ്ട് എതിർ ശബ്ദങ്ങളെയൊക്കെ വേട്ടയാടുന്നു. ഇത് ഈ ചിത്രത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഈ ബജ്റംഗിയുടെ പിന്നീടുള്ള ലക്ഷ്യം കേരളത്തിലേക്കാണ് വരുന്നത്. അതായത് ബജ്റംഗി ആരാണെന്നും ബജ്റംഗിയുടെ ലക്ഷ്യം എന്താണെന്നും ഈ സ്റ്റീഫൻ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതിനുള്ള മറുതന്ത്രങ്ങൾ സ്റ്റീഫൻ നെടുമ്പള്ളി പണിയുന്നു. ഇതാണ് ചിത്രത്തിന്റെ മറ്റു കഥ എന്നുള്ളത്. അത് ക്ലൈമാക്സിലോട്ട് അടുക്കുന്നതോടുകൂടി ഈ സായിദ് മസൂദ് സ്റ്റീഫൻ അബ്രഹാം ഖുറൈഷിയായി മാറിയപ്പോൾ അബ്രഹാം ഖുറൈഷി നെക്സസിലാണ് ഈ സായിദ് മസൂദ് എത്തിച്ചേരുന്നത്. അങ്ങനെ ഈ സത്യത്തിൽ പറഞ്ഞാൽ കൊമേഴ്സ്യൽ സിനിമയുടെ ക്ലൈമാക്സ് എന്ന പോലെ സായിദ് മസൂദ് ഈ ബജ്റംഗിയോട് പ്രതികാരം ചെയ്യുന്നു. ഇതാണ് ചിത്രത്തിന്റെ കഥാത്വം എന്നുള്ളത്. പക്ഷെ ഇതിനിടയിൽ കടന്നു വന്നിട്ടുള്ള ഈ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതായത് കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നു. അതായത് NIA അടക്കമുള്ള ഏജൻസികളെ, ED അടക്കമുള്ള ഏജൻസികളെ അങ്ങനെ തന്നെയാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. NIA എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, ED എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, IB എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെ സർവ്വകാര്യങ്ങളും ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൂടാതെ PML ആക്ട്, ഇപ്പൊ നിരവധി ആളുകളെ
നിരവധി പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള PMLA വകുപ്പ്, മണി ലോണ്ടറിംഗ് ആക്ടിനെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ ആ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷത്തെ നേട്ടയാടുന്നതൊക്കെ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെയാണ് ഇത്തരത്തിൽ ലക്ഷ്യം വെക്കുന്നത്. ജതിൻ രാംദാസ് ഇവരുമായിട്ട് ചങ്ങാത്തത്തിലാവുകയും അവരുമായിട്ട് രഞ്ജിപ്പിലാവുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജതിൻ രാംദാസ് ഈ IB ഉദ്യോഗസ്ഥനോട് കൂടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എനിക്കെതിരെയുള്ള ചാർജ് ചെയ്തിട്ടുള്ള കേസുകൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചാർജ് ചെയ്തിട്ടുള്ള കേസുകൾ മുഴുവൻ പിൻവലിക്കണമെന്നാണ് ജതിൻ രാംദാസ് പറയുന്നത്. അതായത് ഈ വില്ലൻ കഥാപാത്രങ്ങളോട് പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ പിൻവലിക്കുന്നു. ഇതും ഇന്ത്യയിൽ നിലവിലുള്ള സാഹചര്യത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ജതിൻ രാംദാസ് ഇവരുമായിട്ട് സംഘാതത്തിലാവുകയും ഈ തീവ്ര വലതുപക്ഷമായിട്ട് സംഘാതത്തിലാവുകയും തുടർന്ന് അങ്ങോട്ട് അവിടെ ജതിൻ രാംദാസിനെതിരെ അവരുടെ സ്വന്തം ചേച്ചി തന്നെ, മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന കഥാപാത്രം തന്നെ രംഗത്ത് വരുന്നു. അങ്ങനെ തുടർന്ന് അവർക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രംഗത്ത് വരുന്നു. അവരെ കൈവിലങ്ങണിയിച്ചു കൊണ്ടുപോകുന്നു. ഇതിൽ കൈവിലങ്ങണിച്ചപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ഡയലോഗുകളുണ്ട്. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ സീനുകളൊക്കെ കട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സീനുകളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഈ മഞ്ജു വാര്യർ പറയുന്നത് വർഗീയതയ്ക്കെതിരെയും അവർക്കെതിരെയും അനീതിക്കെതിരെയും ശബ്ദിച്ചത് കൊണ്ട് അവർ നമ്മളെ കൈവിലങ്ങണിയിക്കുകയാണ്. ആ കൈവിലങ്ങുകളാണ് എനിക്കിപ്പോൾ അണിയിച്ചിരിക്കുന്നത് എന്നതാണ്. അതായത് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ നിലപാടാണ് ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത് എന്നതാണ്. ഒന്നാമതായിട്ട് 2002 ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയുന്നു. ആ ഗുജറാത്ത് കലാപത്തിൽ നടന്നിട്ടുള്ള നരഹത്യയെ കൃത്യമായിട്ട് വരച്ചു കാട്ടുന്നു. ആ നരാധമന്മാർ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ പറ്റി പറയുന്നു. തുടർന്ന് ചിത്രം മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കുന്നു. 2002 ഗുജറാത്ത് കലാപവും അതിനുശേഷം ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിൽ പറയാതെ പറയുന്നുണ്ട്. ഇന്ന് ആ ആക്രമണം നടത്തിയവർ, ഇന്ന് ആ ഗുജറാത്തിന്റെ എല്ലാ ഈ ആക്രമണങ്ങൾ പിന്നിൽ പ്രവർത്തിച്ചവർ ഇന്ന് രാജ്യത്തിന്റെ അധികാര കസേരയിലിരിക്കുന്നു, അധികാര കേന്ദ്രങ്ങളായിട്ട് മാറിയിരിക്കുന്നു എന്നതാണ് ഈ ചിത്രം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ 2002 എവിടെയെങ്കിലും നടന്ന കലാപമല്ല, അത് ഇപ്പോൾ വെട്ടിമാറ്റി ഒരു സംഭവം കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമായിട്ട് കാണിച്ചാൽ പോലും ഇത് ഇന്ത്യയെമ്പാടും ചർച്ചയായിക്കൊണ്ട് കഴിഞ്ഞു, ലോകമെമ്പാടും ചർച്ചയായിക്കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 2002 ഗുജറാത്തിൽ നടന്ന കലാപത്തിന്റെ തുടക്കമാണ് ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ വലിയ ആക്രമം ബാബു ബജറംഗി എന്ന RSSന്റെ പ്രവർത്തകൻ നേരത്തെ തെഹൽക്ക അടക്കം നൽകിയ ഒളി ക്യാമറ ഓപ്പറേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് അദ്ദേഹത്തെ ഈ കേസിൽ കുറ്റവാളിയാണെന്നുകൊണ്ട് ശിക്ഷിച്ച സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നടന്ന വലിയൊരു ആക്രമണത്തിന്റെ തുടക്കത്തോടു കൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. ഇങ്ങനെ പലവിധ ഘട്ടങ്ങളായി പോരുന്നുണ്ട്. കേരളത്തിന്റെ സാഹചര്യം പറയുമ്പോൾ, കേരളത്തിൽ എന്താണ് ഇവർക്ക് തീവ്ര വലതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ, ഇവിടുത്തെ എയർപോർട്ടുകളും അതുപോലെ തന്നെ ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും ഒക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ തീരദേശം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് കൃത്യമായിട്ട് നിലവിലുള്ള രാജ്യത്തിന്റെ സാമൂഹിക അവസ്ഥയെ വരച്ചു കാട്ടുന്നു എന്നുള്ളത് തന്നെയാണ് സംഘപരിവാറിനെ ചൊടിപ്പിച്ചത്. ഇതിൽ അവർക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയത് അവരുമായിട്ട് ചങ്ങാത്തത്തിലുള്ള, അവരുമായിട്ട് നിരന്തരം സൗഹൃദമായിട്ട് പോകുന്ന മോഹൻലാൽ എന്ന കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനെ തന്നെ ഇതിലെ നായകനാക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഈ സിനിമയുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രൊമോട്ട് ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു മോഹൻലാൽ എന്നുള്ളത്. ഇതാണ് സംഘപരിവാറിനെ ഒന്നാമത് ചൂടിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, മുരളി ഗോപി എന്നുള്ളത് ഭരത് ഗോപി നേരത്തെ RSSുമായിട്ട് നല്ല സൗഹൃദത്തിലുണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് മുരളി ഗോപി. തീർച്ചയായിട്ടും ഒരു സംഘപരിവാർ അനുകൂലിയായിരിക്കുമോ എന്നുള്ള സംശയങ്ങൾ മുരളി ഗോപിയെ പറ്റി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ മുരളി ഗോപി ഈ ഒരു സംഘവിരുദ്ധത ഈ ചിത്രത്തിൽ കാണിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കൂടി ഇവരുടെ ലക്ഷ്യമായി. പൃഥ്വിരാജിനെ പറ്റി പറയാനില്ല. കൃത്യമായിട്ട് സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് പൃഥ്വിരാജ്. നേരത്തെ NRC സമരം ഉണ്ടായപ്പോൾ, ലക്ഷദ്വീപ് വിഷയം ഉണ്ടായപ്പോൾ, ഇങ്ങനെ പല സമയങ്ങളിൽ സംഘപരിവാറിനെതിരെയുള്ള നിലപാടുകൾ കൊണ്ട് ജനഗണമന പോലെയുള്ള സിനിമകൾ എടുത്തു എന്നതിന്റെ പേരിൽ വളരെ വലിയ സംഘപരിവാറിന്റെ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളാണ് പൃഥ്വിരാജ്. പക്ഷെ ഇപ്രാവശ്യം പൃഥ്വിരാജിന്റെ ഭാര്യയെയും പൃഥ്വിരാജിന്റെ അമ്മയെയും അവരുടെ കുടുംബത്തെയും മൊത്തം സംഘപരിവാർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തി. ഈ പൃഥ്വിരാജിന്റെ അമ്മയായ മല്ലിക സുകുമാരൻ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡി അടക്കമുള്ള ആളുകൾക്ക് BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും അവരെ പിന്തുണക്കണമെന്നും പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് പോലും പൃഥ്വിരാജ് സുകുമാരനെ
നിരന്തരമായി ഈ ചിത്രത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചു, ജിഹാദി എന്ന് വിളിച്ചു. അങ്ങനെ നേരത്തെ ഇവിടെ ആടുജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോർദാനിൽ അദ്ദേഹം പോയിട്ടുണ്ടെന്നും അവിടെ അദ്ദേഹത്തെ ആരെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടാകാമെന്നും അവര് പ്രലോഭിപ്പിച്ചിട്ടുണ്ടാകാമെന്നും അവര് പൃഥ്വിരാജിനെ കൈക്കലാക്കിയിട്ടുണ്ടാകാമെന്നും ഇങ്ങനെ തുടങ്ങിയ നിരന്തരമായ കുപ്രചരണങ്ങളാണ് പൃഥ്വിരാജിനെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം മേജർ രവി എന്നുള്ള അൽപ്പൻ വന്നുകൊണ്ട് ചിത്രത്തിന്റെ ആദ്യ ഷോ കണ്ടതിന് ശേഷം വളരെ നല്ല സിനിമയാണ്, പൃഥ്വിരാജ് നന്നായി എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് മേജർ രവി പറയുകയാണ് മോഹൻലാലിന് തെറ്റുപറ്റി, മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല, അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ പ്രിവ്യൂ കഥയൊന്നും പറഞ്ഞിരുന്നില്ല എന്നുള്ള നട്ടാൽ മുളയ്ക്കാത്ത കള്ളങ്ങളുമായിട്ട് മേജർ രവി എന്നുള്ള തനി എന്താണ് പറയുക, വൃത്തികെട്ടവൻ എന്ന് പറയാവുന്ന രീതിയിൽ മേജർ രവി രംഗത്ത് വീണു. പക്ഷെ മോഹൻലാൽ ചിത്രം കണ്ടതാണെന്നും കഥ പറഞ്ഞതാണെന്നും ഞങ്ങൾ ചർച്ച ചെയ്ത് സ്വന്തമായി എടുത്ത തീരുമാനത്തിന്റെ പുറത്താണ് ഈ ചിത്രം ഉണ്ടാക്കിയിട്ടതെന്നും ആന്റണി പെരുമ്പാവൂർ പിന്നീട് പറയുന്നുണ്ട്. ഇതിനിടയിൽ ഉണ്ടായ മറ്റൊരു കാര്യം എന്നുള്ളത്, അത് ആന്റണി പെരുമ്പാവൂറും ഈ മോഹൻലാൽ ഈ അദ്ദേഹത്തിന്റെ അഭ്യുകാംക്ഷികൾക്ക്, അദ്ദേഹമായിട്ട് സൗഹൃദത്തിലുണ്ടായ ആളുകൾക്ക് ഈ ചിത്രം കൊണ്ട് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിത്രത്തിലെ ആ ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണെന്നുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വന്നത്. ഇവിടെ വലിയ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമോ എന്നുള്ള ഭയം യഥാർത്ഥത്തിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു എന്നാണ് BJPയിൽ നിന്ന് പുറത്തുപോയ സന്ദീപ് വാര്യർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. കേന്ദ്ര ഏജൻസികളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇവരെയൊക്കെ ലക്ഷ്യം വെക്കാം. അതിനെ തുടർന്നാണ് മോഹൻലാലിന്റെ ഒരു ക്ഷമാപണവും തുടർന്ന് 18ഓളം സീനുകൾ 24 സ്ഥലത്താണ് ഇപ്പോൾ കത്രിക വെച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു ആശയങ്ങൾ തന്നെയാണ്, ചിത്രത്തിൽ പറഞ്ഞു വെക്കുന്ന ആശയങ്ങൾ തന്നെയാണ് സംഘപരിവാറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത്, ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, ഇവരുടെ നിഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, നേരത്തെ കലാപങ്ങൾ നടത്തി അക്രമങ്ങൾ നടത്തിയവർ ഇന്ന് രാഷ്ട്രീയ അധികാരത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാവിധ ഒത്താശ ചെയ്യുന്ന സംവിധാനമായിട്ട് ഇവിടുത്തെ മറ്റു സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങൾ ഈ ചിത്രത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ 2002 ഗുജറാത്തിൽ നടന്ന കലാപവും അതിനെ തുടർന്ന് ഈ രാജ്യത്തുണ്ടായ സംഭവവികാസങ്ങളും ഈ കലാപത്തിലടക്കം ആരോപണ വിധേയരായിട്ടുള്ള അമിത്ഷായും മോഡിയും ഇതിൽ ഒരു വ്യാജ ഏറ്റുമുട്ടലിന്റെ പേരിൽ പ്രതിയാ ചേർക്കപ്പെട്ട് ജയിലിലടച്ച് അതിനുശേഷം ജാമ്യം ലഭിച്ച് പുറത്തു വന്ന ആ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട അമിത്ഷായും അല്ലെങ്കിൽ നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളെ ഈ ഗുജറാത്ത് കലാപത്തിൽ ആരോപണ വിധേയമായിട്ടുള്ള ഇവരെയൊക്കെ ഇന്ന് വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളിൽ അവരാണെങ്കിൽ പോലും നേരത്തെ നടന്ന ഗുജറാത്ത് കലാപവും അന്ന് അതിന് അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ള സഹായങ്ങളും കൃത്യമായിട്ട് ഇപ്പോൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഒരു തലമുറയൊന്നാകെ മാറിക്കൊണ്ട് പുതിയ ജനറേഷനാണ് ഈ ചിത്രം കാണുന്നത്. 18ഉം 20ഉം 25ഉം വയസ്സുള്ള ആളുകളാണ് ഈ ചിത്രം കാണുന്നത്. ഞാൻ കാണുമ്പോൾ തന്നെ ചെറിയ ഒരു യുവതയാണ് അന്ന് മൊത്തം തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. അവരൊക്കെയും ഈ ഗുജറാത്ത് കലാപത്തെ കുറിച്ചും ഇന്ത്യയിൽ നടന്ന ആക്രമണങ്ങളെ കുറിച്ചും RSSനെ കുറിച്ചും സംഘപരിവാറിനെ കുറിച്ചും ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ എത്ര ഭാഗങ്ങൾ കട്ട് ചെയ്താലും എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലും യഥാർത്ഥത്തിൽ സിനിമ ഉദ്ദേശിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തായാലും നേടിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. കളക്ഷനിലും വൻകുതിപ്പാണ്. 2 ദിവസം കൊണ്ട് 100 കോടിയിലെത്തിയ ചിത്രം ഇപ്പോൾ 200 കോടിയും കടന്നുകൊണ്ട് 230 കോടിയോളം രൂപ ഓൾറെഡി കളക്ട് ചെയ്തു കഴിഞ്ഞു. ലോകമെമ്പാടും വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും തുടർച്ചയായ 4-5 ദിവസങ്ങൾ ഹൗസ്ഫുൾ ഷോകളായി ചിത്രം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. രാത്രി വൈകിയും സ്പെഷ്യൽ ഷോകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ വലിയ കുതിപ്പാണ് എമ്പുരാൻ യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വലിയ പിന്തുണ ചിത്രത്തിന് ലഭിച്ചു. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒന്നിച്ച് ചിത്രത്തിന് പിന്തുണ അർപ്പിച്ചു. കേരളത്തിലെ ജനത ഒന്നാകെ തന്നെ ചിത്രത്തിന് പിന്തുണ അർപ്പിച്ചു. മാധ്യമരംഗത്തുള്ള ആളുകളും ചിത്രത്തിന് പിന്തുണച്ചുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് യഥാർത്ഥത്തിൽ എമ്പുരാനെതിരെയും പൃഥ്വിരാജ് സുകുമാരനെതിരെയും നടത്തുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു. ഇങ്ങനെ കേരളത്തിന്റെ വലിയ പിന്തുണയുണ്ടായിട്ട് പോലും മോഹൻലാൽ കത്രിക വെക്കാൻ തയ്യാറായി. മോഹൻലാൽ ഖേദപ്രകടനം നടത്തി എന്നുള്ളത് നിലവിലുള്ള അതീവ ഗുരുതരമായ സാമൂഹിക സാഹചര്യം കൂടി വ്യക്തമാക്കുന്നതാണ്. ഏതായാലും ചിത്രം എന്നുള്ള നിലയ്ക്ക്, ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്ക് ചില കുറവുകൾ ഉണ്ടെങ്കിൽ പോലും ഇതിൽ പറയുന്ന ആശയങ്ങൾ എന്നുള്ളത്, ഇതിൽ സംഘപരിവാറിനെ ചൊടിപ്പിച്ച കാര്യങ്ങൾ എന്നുള്ളത്, ഇതിൽ രാജ്യത്തിന്റെ നിലവിലുള്ള അവസ്ഥ എന്നുള്ളത് അത് വരച്ചു കാട്ടിയത് കൊണ്ട് തന്നെ
എന്തായാലും സമയമുള്ള ആളുകൾക്ക് തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ഒരു ചിത്രം കാണുക എന്നുള്ളത് ഒരു സംഘപരിവാർ വിരുദ്ധത, ഫാസിസ്റ്റ് വിരുദ്ധതയുടെ അല്ലെങ്കിൽ ഒരു സമര പ്രഖ്യാപനത്തിന്റെ കൂടി ബാക്കിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ കാണാവുന്നതാണ്. കാരണം ഈ രാജ്യത്തെ നിലവിലുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം ഒരു അറ്റംപ്റ്റിന് മുമ്പിട്ട് ഇറങ്ങിയ മുരളി ഗോപിയും പൃഥ്വിരാജ് സുകുമാരനും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇത്തരം ചിത്രങ്ങൾ നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ആരും ഇറക്കാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിൽ അതിന് മുമ്പിട്ടിറങ്ങി എന്നതിന്റെ പേരിൽ, ഇതുവരെയും മാപ്പ് പറഞ്ഞില്ല എന്നതിന്റെ പേരിൽ സംഘപരിവാറിന്റെ വളരെ വലിയ ആക്രമണങ്ങൾക്ക് വിധേയമായി ഓർഗനൈസറിൽ അടക്കം തുടർച്ചയായ ലേഖനങ്ങൾ വന്നുവെങ്കിലും ഇവർ ഇതുവരെയും അവരുടെ നിലപാടുകളിൽ നിന്നും മാറാൻ തയ്യാറായിട്ടില്ല. വരും കാലങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ കയ്യിൽ ദേശീയ അന്വേഷണ ഏജൻസികളുണ്ട്, ED ഉണ്ട്, NIA ഉണ്ട്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, സർവ്വതുമുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ആർക്കെതിരെയും വേണമെങ്കിൽ ഇവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവരുടെ പ്രാദേശിക ലോക്കലായിട്ടുള്ള ഈ സംഘപരിവാറിന്റെ അനുകൂലികൾ എല്ലായിടത്തും തന്നെ ഇവർക്കെതിരെ ഏജൻസികളെ അയക്കണം, അവരെ പിടിച്ച് ജയിലിലടക്കണം എന്നുള്ള ആക്രോശവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുക എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ഇന്ത്യൻ സാഹചര്യം വ്യക്തമാക്കുന്നത്. 2014 ശേഷം പ്രതിപക്ഷത്തെയും അതുപോലെ തന്നെ ഇവർക്കെതിരെ രംഗത്ത് വരുന്ന എല്ലാവരെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് വീണ്ടും ഈ ചിത്രത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പൃഥ്വിരാജ് സുകുമാരനെയും അതുപോലെ തന്നെ മുരളി ഗോപിയെയും ദൈവം രക്ഷിക്കട്ടെ. അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് മാത്രമേ അത്യന്തികമായിട്ട് ഈ ചിത്രത്തെ പറ്റി പറയുമ്പോൾ പറയേണ്ടതായിട്ടുള്ളൂ.